PSC ഹോംവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC മുൻവർഷങ്ങളിൽ നടത്തിയ എക്സാംസിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളടങ്ങിയ ഓഡിയോയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലെ 9ാമത്തെ ഓഡിയോയാണിത്. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സ്റ്റാർട്ട് ചെയ്യാം. 1924 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച അൽ അമീൻ പത്രം ആരംഭിച്ചത് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം? തലപ്പാടി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം? കളിയിക്കാവിള. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? പയ്യന്നൂർ. 1938 സെപ്റ്റംബറിൽ 6ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? കോഴിക്കോട്. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന പ്രധാന സംഭവം? കീഴരിയൂർ ബോംബ് കേസ്. മുടിച്ചൂടും പെരുമാൾ എന്ന പേര് ഏത് നവോത്ഥാന നായകൻ്റേതായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. അഖിലത്തിരട്ട്, അരുൾനൂൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് ആര്? വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹമാണ് സമത്വ സമാജം 1836 സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽ താങ്കൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതിയാണ് അയ്യാവഴികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും ഗുരു? തൈക്കാടയ്യ. ശിവരാജയോഗി എന്ന പേര് സ്വീകരിച്ച നവോത്ഥാന നായകൻ? തൈക്കാടയ്യ. തിരുവിതാംകൂറിൽ നടന്ന പ്രസിദ്ധമായ ചാന്നാർ ലഹള ഏത് പേരിൽ അറിയപ്പെടുന്നു? മേൽമുണ്ട് സമരം. മലബാറിലെ ബാസൽ മിഷൻ്റെ പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ആരായിരുന്നു? ഹെർമൻ കുണ്ടർട്ട്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിലുള്ള പൊതുകിണർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മുന്തിരിക്കിണർ. ജാതി വിവേചനത്തിനെതിരെ പ്രവർത്തിച്ചതിന് 1874 വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ. ജാതി വിവേചനത്തിനെതിരെ നടത്തിയ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നടത്തിയത് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതെല്ലാം? പ്രാചീന മലയാളം, ആദിഭാഷ, ജീവിതകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്തസാരം, നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം. ഇതെല്ലാം ചട്ടമ്പിസ്വാമികളുടെ കൃതികളാണ്. ചട്ടമ്പിസ്വാമികൾ സമാധിയായത് എന്ന്? 1924 കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചാണ് അദ്ദേഹം സമാധിയായത്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലാണ്. വർഷം 1863 ഓഗസ്റ്റ് 28. പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നയിച്ചത് ആരായിരുന്നു? അയ്യങ്കാളി. എല്ലാ താണജാതിക്കാർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘം? സാധുജന പരിപാലന സംഘം. വർഷം 1907. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? അയ്യങ്കാളി. 1914 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. 1980 തിരുവനന്തപുരത്ത് കവടിയാറിൽ അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് എന്ന്? 1970 ജനുവരി 1. ആധുനിക കേരളത്തിൻ്റെ പ്രധാന ശില്പിയായ നവോത്ഥാന നായകൻ? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു തൻ്റെ അവസാന പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്?
കളവൻകോട്, അത് ആലപ്പുഴ ജില്ലയിലാണ്. യാചന യാത്ര നടത്തിയത് ആര്? VT ഭട്ടതിരിപ്പാട്. വർഷം 1931. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിന് ആണ് യാചനയാത്ര നടത്തിയത്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? AG വേലായുധൻ. ശ്രീനാരായണ ഗുരു 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് എന്ന്? 1913. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി? G ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞത് എന്ന്? 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ്. ആത്മോപദേശ ശതകം എന്ന പ്രസിദ്ധ കൃതി രചിച്ച സാമൂഹിക ആചാര്യൻ? ശ്രീനാരായണ ഗുരു. കാരാട്ട് ഗോവിന്ദമേനോൻ പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി 1893 ആലത്തൂരിൽ സ്ഥാപിച്ച ആശ്രമം? സിദ്ധാശ്രമം. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ജനിച്ചത് എന്ന്? 1805 ഫെബ്രുവരി 10 കൈനകരിയിലാണ്, അത് ആലപ്പുഴ ജില്ലയിലാണ്. ചാവറ കുര്യാക്കോസ് അച്ഛനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് എന്ന്? 2014 നവംബർ 23. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ആര്? ഡോക്ടർ പൽപ്പു. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെ യഥാർത്ഥ പേര്? യോഹന്നാൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ അറിയപ്പെട്ടിരുന്നത്? എൻ്റെ ജീവിത സ്മരണകൾ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ. വർഷം 1922. വാഗ്ഭടാനന്ദ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ വാർത്താ പത്രികകൾ? ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം. കേരളീയ അരയ മഹാജനയോഗം സ്ഥാപിച്ചത്? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. 1917 അരയൻ എന്ന മാസിക ആരംഭിച്ചത് ആരായിരുന്നു? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. 1948 ഫിഷറീസ് മാഗസിൻ ആരംഭിച്ചത് ആരായിരുന്നു? വേലുക്കുട്ടി അരയൻ. കേരളത്തിലെ ദളിത് വിമോചന പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവ്? പാമ്പാടി ജോൺ ജോസഫ്. 1921 തിരുവിതാംകൂർ ചേര മഹാജനസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരായിരുന്നു? പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ മാസികയുടെ പേരാണ് സാധുജന ദൂതൻ. വർഷം 1919. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എവിടെയാണ്? ചെറായി. പ്രസിദ്ധമായ മിശ്രഭോജനം 1917 സംഘടിപ്പിച്ചത് ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. 1928 ആരംഭിച്ച യുക്തിവാദി മാസികയുടെ പത്രാധിപർ? MC ജോസഫ്. ജാതിക്കുമ്മി, ഉദ്യാനവിരുന്ന്, ബാലകലേശം എന്നീ കൃതികൾ രചിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്ന വ്യക്തി? ആഗമാനന്ദ സ്വാമി. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരായിരുന്നു? ആഗമാനന്ദ സ്വാമി. ആനന്ദ തീർത്ഥൻ്റെ യഥാർത്ഥ പേര്? ആനന്ദ ഷേണായി. 1933 ആനന്ദ തീർത്ഥൻ മിശ്ര വിവാഹവും മിശ്രഭോജനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംഘടന? ജാതിനാശിനി സഭ. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ തൃത്താല. കേരളത്തിൽ യോഗക്ഷേമ സഭയുടെ അമരക്കാരനായിരുന്ന വ്യക്തി? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്?
VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. അയ്യങ്കാളി നടത്തിയ പ്രസിദ്ധമായ കല്ലുമാല സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? പെരിനാട് ലഹള. ഗാന്ധിജിയുടെ 5ാമത്തെ കേരള സന്ദർശനം നടന്ന വർഷം 1937. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്നത് എന്ന്? 1936. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി ആരുടേതാണ്? AK ഗോപാലൻ. വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത്? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. 1917 തളി സമരത്തിന് നേതൃത്വം നൽകിയത്? C കൃഷ്ണൻ. മിതവാദി എന്ന പത്രം ആരംഭിച്ചത് ആര്? മൂർക്കോത്ത് കുമാരൻ. മിതവാദി മാസിക ആരംഭിച്ചത് ആര്? C കൃഷ്ണൻ. ബോധേശ്വരൻ്റെ യഥാർത്ഥ പേര്? കാരാട്ട് ഗോവിന്ദമേനോൻ. ആനന്ദമഠം സ്ഥാപിച്ചത് ആര്? ബോധേശ്വരൻ. C കേശവൻ്റെ ആത്മകഥ? ജീവിത സമരം. പശ്ചിമഘട്ടത്തിലെ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ്? ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധപ്പെടുത്തിയത് എവിടെയാണ്? ആംസ്റ്റർഡാം. കേരളാരാമം എന്നറിയപ്പെടുന്ന കൃതി? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി? ഇട്ടി അച്യുതൻ. മലബാറിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും മലബാറിലെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും 1887 വില്യം ലോഗൻ തയ്യാറാക്കിയ ഗ്രന്ഥം? മലബാർ മാനുവൽ. പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തിച്ചേർന്നത് എന്ന്? 1498 മെയ് 20. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ 2ാമത്തെ പോർച്ചുഗീസ് നാവികൻ? കബ്ലാർ. കൊച്ചി വൈപ്പിൻ ദ്വീപിൽ പോർച്ചുഗീസുകാർ തീർത്ത ആദ്യത്തെ യൂറോപ്യൻ കോട്ട? മാനുവൽ കോട്ട. മലബാർ ഔപചാരികമായി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്ന്? 1956. കേരളത്തിലെ ആദ്യത്തെ EMS മന്ത്രിസഭ നേതൃത്വത്തിൽ വന്നത് എന്ന്? 1957 ഏപ്രിൽ 1. കേരളത്തിൽ EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത് എന്ന്? 1959 ജൂലൈ 31. കേരളത്തിൽ വിമോചന സമരം ആരംഭിച്ചത് എന്ന്? 1959 മാർച്ച് 25. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട്ട് വെച്ച് രൂപം കൊണ്ടത് എന്ന്? 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? 1963 ഒക്ടോബർ. ഈ വർഷങ്ങളൊക്കെ എഴുതി വയ്ക്കണം, എന്നാലേ ഓർമ്മ വരത്തുള്ളൂ. കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി? R ശങ്കർ. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിൽ വന്ന വർഷം? 1966. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം? 1968. അതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ NV കൃഷ്ണവാര്യർ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം? 1973. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലം? പറവൂർ. കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് എന്ന്? 1984 മെയ് 24. 1984. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് മലയാള സംരക്ഷണം തുടങ്ങിയത് എന്ന്? 1985 1985 ജനുവരി 1. പെരുമൺ തീവണ്ടി അപകടം നടന്നത് എന്ന്?
1988 1988 ജൂലൈ 8. പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നത് എന്ന്? 1995 ഒക്ടോബർ 2. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ? ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? PT ചാക്കോ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്? ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രിസഭ? 1960 ആർ ശങ്കർ മന്ത്രിസഭ. കേരളത്തിൽ നിന്നും ലോകസഭാ അംഗമായ ആദ്യ മലയാളി വനിത? ആനി മസ്ക്രീൻ. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? മലപ്പുറം. 1766 പാലക്കാട് കോട്ട നിർമ്മിച്ച മൈസൂർ ഭരണാധികാരി? ഹൈദരാലി. പ്രാചീന കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന തുറമുഖ പട്ടണം? മുസിരിസ്. 1938 ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ച് നയിച്ചത് ആര്? അക്കാമ ചെറിയാൻ. മൊഴാറ സമരത്തിൻ്റെ നേതാവ്? KPR ഗോപാലൻ. വർഷം 1940. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആര്? KP കേശവ മേനോൻ. ഭാരത് അവാർഡ് നേടിയ ആദ്യ കേരളീയൻ? PJ ആൻ്റണി. കേരള വാസ്തുവിദ്യാ ഗുരുകുലം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ആറന്മുള. കേരളത്തിലെ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുന്ദമംഗലം. കേരളത്തിലെ ആദ്യത്തെ ഫോക്ലോർ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? നെടുമങ്ങാട്. പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം? 2012. ഗദ്ദിക ഏതു ജില്ലയിലെ നൃത്തരൂപമാണ്? വയനാട്. കേരളത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി? C. അച്യുതമേനോൻ. തിരുനെല്ലി ശാസനം പുറപ്പെടുവിച്ച ചേര രാജാവ്? ഭാസ്കര രവിവർമ്മ. ഓക്കെ. വയനാട് ജില്ല നിലവിൽ വന്ന വർഷം? 1980. കേരള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ. പ്രസിദ്ധമായ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയ വിദേശി? ഹെർമൻ ഗുണ്ടർട്ട്. അദ്വൈത വേദാന്ത സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ശ്രീ ശങ്കര ആചാര്യർ. സെൻറ് തോമസ് കേരളത്തിൽ വന്നതെന്ന്? AD 52. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ ഏത് നദിക്കരയിലാണ് നടന്നുവരുന്നത്? പമ്പ. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? പാറമേക്കൽ തോമാ കത്തനാർ. മിഴാവ് എന്ന വാദ്യോപകരണം ഏത് കലാരൂപത്തിലാണ് ഉപയോഗിക്കുന്നത്? കൂടിയാട്ടം. മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂത്ത്. ആശ്ചര്യ ചൂടാമണി രചിച്ചത് ആര്? ശക്തിഭദ്രൻ. കൃഷ്ണനാട്ടം എന്ന നൃത്തനാടക രൂപത്തിന് രൂപം നൽകിയത് ആര്? മാനവേദ രാജാവ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് എന്ന്? 1930. കാസർഗോഡ് പ്രദേശത്ത് പ്രചാരമുള്ള കലാരൂപം? യക്ഷഗാനം. കേരളീയമായ നൃത്ത കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. ഗീതാഗോവിന്ദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? രാമപുരത്ത് വാര്യർ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ആര്? ഉണ്ണായി വാര്യർ. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് ആര്? ഇരയിമ്മൻ തമ്പി. പാട്ടബാക്കി ആര് രചിച്ച നാടകമാണ്? K. ദാമോദരൻ. മുകുന്ദമാലയുടെ കർത്താവ്?
കുലശേഖര ആഴ്വാർ. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പണ്ഡിത സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? രേവതി പട്ടത്താനം. കേരളത്തിൽ ആദ്യമായി അച്ചടിശാലകൾ സ്ഥാപിച്ച വിദേശ ശക്തി? പോർച്ചുഗീസുകാർ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആര്? ഫാദർ ക്ലമന്റ്. 1821 CMS പ്രസ് സ്ഥാപിച്ചത് ആരായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലി. നിരണം കവികളിൽ പ്രധാനി ആരായിരുന്നു? രാമപ്പണിക്കർ. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? മാധവപ്പണിക്കർ. ഗദ്യവും പദ്യവും ഇടകലർന്ന സാഹിത്യരൂപം അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ചമ്പുക്കൾ. സാമൂതിരി രാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന കവികൾ? 18 കവികൾ. ജ്ഞാനപ്പാന രചിച്ചത് ആര്? പൂന്താനം നമ്പൂതിരി. മയൂര സന്ദേശം രചിച്ച കവി? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള പാണിനീയം എന്ന ഭാഷാശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? AR രാജരാജവർമ്മ. കേരളവ്യാസൻ എന്നറിയപ്പെട്ടിരുന്ന കവി? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏത്? രാമചന്ദ്രവിലാസം. അത് രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഉമാകേരളം രചിച്ചത് ആരായിരുന്നു? ഉള്ളൂർ S പരമേശ്വരയ്യർ. രുക്മാന്തചരിതം മഹാകാവ്യം രചിച്ചത് ആരായിരുന്നു? പന്തളം കേരളവർമ്മ. കേശവീയം ആരുടെ മഹാകാവ്യമാണ്? KC കേശവപിള്ള. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി? വള്ളത്തോൾ. എൻ്റെ ഗുരുനാഥൻ ആരുടെ കൃതിയാണ്? വള്ളത്തോൾ നാരായണമേനോൻ. വീണപ്പൂവ്, ചിന്താവിഷ്ടയായ സീത എന്നീ പ്രസിദ്ധ കൃതികൾ രചിച്ചത്? കുമാരനാശാൻ. മണിപ്രവാളത്തെക്കുറിച്ച് സംസ്കൃതത്തിൽ രചിച്ച വ്യാകരണ ഗ്രന്ഥം ഏതായിരുന്നു? ലീലാതിലകം. മൂഷക രാജാക്കന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? ഏഴിമല. പ്രസിദ്ധമായ ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു? ശിവപ്പ നായിക്. ചേര ചക്രവർത്തിയുടേതായി കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം? രാജശേഖരവർമ്മൻ്റെ വാഴപ്പള്ളി ശാസനം. താങ്ക് യു.